മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവാണ്. കേരളത്തിന്റെ പിതൃബിംബമാണ് പിണറായി വിജയൻ എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സംസ്ഥാനത്ത് അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ BJP സ്വാധീനം വർദ്ധിക്കുന്നു. പണക്കൊഴുപ്പും മറ്റു ചില ഇടപാടും നടത്തിക്കൊണ്ടാണ് BJP വളരുന്നത്. പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം മാത്രം നോക്കി ചുവടുമാറുന്ന പ്രവണത കൂടുന്നുവെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് ഇടതുമുന്നണി കടക്കുമോ? ഒരു മൂന്നാം ടൈം. ഇന്നലെ കേരളത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യുകയായിരുന്നില്ല, ചരിത്രം എഴുതുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വികസനവും ജനക്ഷേമവും മാത്രമല്ല, സാമൂഹിക സമാധാനം, ഇതെല്ലാം കാണാൻ കഴിയുന്ന വോട്ടർമാർ LDFന് കൂടുതൽ മികച്ചൊരു തുടർഭരണം നൽകാനുള്ള അവസരം പ്രദാനം ചെയ്യും തങ്ങളുടെ വോട്ടെടുപ്പിലൂടെ എന്നാണ് വിചാരിക്കുന്നത്. BJPയുടെ വളർച്ചയെ തടയുന്നതിന് പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിട്ടും അതിന് കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ടോ കേരളത്തിൽ? ചില മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീതി അവർക്ക് സൃഷ്ടിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പണക്കൊഴുപ്പിലൂടെ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ജനസംഘമോ BJPയോ ഇതുപോലെ വളരെ ദൃശ്യമായ വിധത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ സമയത്തെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാലും വികസന നേട്ടങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഫ്ലെക്സ് ബോർഡിലോ അല്ലെങ്കിൽ മറ്റ് പ്രചാരണത്തിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത്. അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പോയോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി വിജയൻ്റെ കേരള സംസ്ഥാനത്തിലെ ഉത്തരവാദിത്വം എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ ഒരു പിതൃബിംബം പോലെ അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതിനു മുമ്പ് 1.5 പതിറ്റാണ്ടിലധികം കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയായ CPIMൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴും പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ചപ്പോഴും കേരളീയ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടിയിട്ടുണ്ട്, ഒരു അംഗീകാരം നേടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഐക്കൺ പോലെ LDFൻ്റെ പ്രചരണ സംവിധാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വന്നത്. TK ഗോവിന്ദനെതിരെ CPM പ്രവർത്തകർ കൂവുന്നതൊക്കെ കണ്ട് അതൊക്കെ ഒരു മോശമായൊരു സന്ദേശം അങ്ങനെ കൊടുക്കില്ല? അല്ലെങ്കിൽ നേതാക്കൾ ഇങ്ങനെ വിട്ടുപോയവരെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയുള്ളൊരു പെരുമാറ്റം? ഒരു സാധാരണ പാർട്ടി അംഗം പാർട്ടി വിട്ടുപോയാലും അത് പാർട്ടിക്കൊരു കുറവാണ്. അത് ഒഴിവാക്കാൻ കഴിയണം. പുതിയ ആളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒരു സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സീറ്റിലേക്കൊക്കെ എത്താൻ കഴിയും കേരളത്തിൽ എന്നൊരു പ്രതീക്ഷയാണുള്ളത്? 100-ലോ അതിനപ്പുറമോ എത്താൻ കഴിയണം ഇത്തവണ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടിയും മുന്നണിയും പ്രവർത്തിച്ചത്. ഏതാണ്ട് അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഏതായാലും ഒരു ചരിത്രപരമായ നേട്ടത്തിലേക്ക് ഇടതുമുന്നണി എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് MA ബേബി പങ്കുവയ്ക്കുന്നത്. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.